ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകൽക്കാലത്തിലെ നമ്മുടെ വായനാഭാഗം ഇയ്യോബിൻ്റെ പുസ്തകം 38 മുതൽ 42 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ഇയ്യോബ് 42 അധ്യായം 5 വാക്യം. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ഈ പുസ്തകത്തിൻ്റെ കഴിഞ്ഞ അധ്യായങ്ങളിൽ നാം കണ്ടത് ഇയ്യോബ് കഠിനമായ കഷ്ടതകളിൽ കൂടെ കടന്നു പോകുന്നതാണ്. അവിടെ ആശ്വസിപ്പിക്കാൻ എത്തിയ സുഹൃത്തുക്കൾ വലിയ തർക്കം ആകുന്നു. ഭാര്യ തന്നെ നിന്ദിക്കുന്നു. സമ്പത്തും മക്കളും നഷ്ടമാകുന്നു. ഇയ്യോബ് ദൈവസന്നിധിയിൽ വലിയ പാപം ചെയ്തതിനാലാണ് ദൈവം എങ്ങനെ ശിക്ഷിക്കുന്നത് എന്ന് സുഹൃത്തുക്കൾ വാദിച്ചപ്പോൾ താൻ ദൈവസന്നിധിയിൽ പാപം ചെയ്തിട്ടില്ലെന്നും തൻ്റെ നിരപരാധിത്വം തെളിയിക്കുവാനും ദൈവത്തോട് ഇയ്യോബ് നേരിട്ട് സംസാരിക്കുവാനും ശ്രമിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ പെട്ടെന്നുള്ള ഇടപെടൽ ഉണ്ടാകുന്നു. ഇതിലൂടെ വെളിവാകുന്ന ആത്മീയ സത്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട്, ജ്ഞാനത്തിൻ്റെ യഥാർത്ഥ ഉറവിടം ദൈവമാണ്. ഈ വേദഭാഗത്തിൻ്റെ പ്രധാന ലക്ഷ്യം മനുഷ്യരെ ജ്ഞാനം പഠിപ്പിക്കുക എന്നതാണ്. ഇവിടെ ഇയ്യോബ് ദൈവത്തോട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും കഷ്ടപ്പാട് വന്നത് എന്ന്. എന്നാൽ ഈ ചോദ്യത്തിന് ദൈവം മറുപടി നൽകുന്നില്ല. മറിച്ച് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിനെയും പരിപാലനത്തെയും കുറിച്ചുള്ള ഏകദേശം 70-ലധികം ചോദ്യങ്ങൾ ദൈവം ഇയ്യോബിനോട് തിരിച്ച് ചോദിക്കുന്നു. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെ ആയിരുന്നു? നക്ഷത്രങ്ങളെ ക്രമീകരിച്ചതും കടലിന് അതിരുകൾ നിശ്ചയിച്ചതും വന്യമൃഗങ്ങൾക്ക് ആഹാരം നൽകിക്കൊണ്ടിരിക്കുന്നതും ആരാണെന്ന് ദൈവം ഇയ്യോബിനെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ യഹോവയായ ദൈവത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഇയ്യോബ് നിശബ്ദനായിത്തീരുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ പരിപാലിക്കുന്ന ദൈവത്തിന് തൻ്റെ ജീവിതത്തെയും അഥവാ തൻ്റെ ജീവനെയും പരിപാലിക്കുവാൻ ശക്തനാണെന്ന സത്യം ഇയ്യോബ് ഇതിലൂടെ തിരിച്ചറിയുന്നു. അതിനാൽ ദൈവത്തെ ഭയപ്പെടുന്നതും അവൻ്റെ പരമാധികാരത്തിന് കീഴടങ്ങുന്നതുമാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് ഇയ്യോബ് മനസ്സിലാക്കുന്നു. പ്രിയമുള്ളവരെ, ആ ഒരു യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ ഉറവിടം മനസ്സിലാക്കുവാൻ നമുക്കും സാധിക്കണം. രണ്ടാമതായിട്ട്, സകലവും സാധ്യമാക്കുന്നവൻ ദൈവമാണ്. ജീവിതം തകർന്നു പോയി എന്ന് നാം കരുതുമ്പോഴും പ്രപഞ്ചത്തിൻ്റെ നാഥനായ ദൈവം സ്വർഗത്തിലുണ്ട് എന്ന് നാം മറന്നു പോകരുത്. അവൻ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നു. ഇവിടെ 40-41 അധ്യായങ്ങളിൽ 2 ഭീമാകാരമായ ജീവികളെ ദൈവം ഇയ്യോബിന് കാണിച്ചു കൊടുക്കുന്നു. ഒരിക്കലും മനുഷ്യന് മെരുക്കുവാൻ കഴിയാത്ത ഭയമുണർത്തുന്ന ജീവികളാണ് ലിവ്യാഥാൻ, ബെഹേമോത്ത് എന്നിവ. ഇവയെപ്പോലും നിയന്ത്രിക്കുന്നത് സൃഷ്ടാവായ ദൈവമാണ്. അതിനാൽ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ മൃഗസമാനമായ സകല പ്രതിസന്ധികളെയും നിയന്ത്രിക്കുവാൻ എനിക്ക് കഴിയും എന്ന ഉറപ്പ് ദൈവം അതിലൂടെ നൽകുന്നു. ഈ ദൈവസന്നിധിയിൽ വിനയപ്പെടുവാൻ ഇയ്യോബ് തയ്യാറാകുന്നു. താൻ പശ്ചാത്തപിക്കുന്നതോടൊപ്പം തന്നെ കുറ്റപ്പെടുത്തിയ കൂട്ടുകാർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാൻ ഇയ്യോബ് തയ്യാറാകുന്നു. അങ്ങനെ ഇയ്യോബിന് വലിയ വിടുതലുണ്ടാകുന്നു. പ്രിയമുള്ളവരെ, ഇയ്യോബിനെ പോലെ ദൈവത്തെ മുഖാമുഖം കാണുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ദൈവ ശബ്ദം കേൾക്കുവാൻ നാം ശ്രമിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിലും ദൈവിക ദർശനം ഉണ്ടാകുവാൻ തമ്പുരാനോട് ചേർന്ന് നമുക്കും യാത്ര ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഇയ്യോബിൻ്റെ ജീവിതം കഷ്ടതയിൽ തുടങ്ങി ദൈവിക ദർശനത്തിൽ അവസാനിച്ചതുപോലെ അങ്ങയെ മുഖാമുഖം ദർശിക്കുവാൻ ഞങ്ങൾക്കും ഒരനുഭവം നൽകണമേ. ഞങ്ങളുടെ പ്രതിസന്ധികളിലും സന്തോഷങ്ങളിലും അവിടുത്തെ മഹത്വം ദർശിപ്പാൻ എപ്പോഴും ഞങ്ങളെ ഇടയാക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.